എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 29 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതും നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാൽ, ദി ഹൈപ്പോട്ടിനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meters ആൻഡ് വൺ ഓഫ് ദി അതർ സൈഡ്സ് ഈസ് 1/2 meter. കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ അപ് ടു എ സെന്റിമീറ്റർ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ, അതായത് ഒരു മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടിനസ് കർണം എത്രയാണ്? 1.5 മീറ്ററും പിന്നെയോ വേറൊരു സൈഡ് എത്രയാണ്? 1/2 മീറ്ററുമാണ്. പിന്നെയോ അതിന്റെ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്? അതിന്റെ പെരിമീറ്റർ അല്ലെ, അതിന്റെ ചുറ്റളവ് അപ് ടു എ സെന്റിമീറ്റർ, അതായത് സെന്റിമീറ്റർ വരെ കൃത്യമായി കാണുക. ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി ഹൈപ്പോട്ടിനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടിനസ് അതായത് കർണം 1.5 മീറ്റർ ആണ് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിള്. ഇത് 90 ഡിഗ്രി. അപ്പൊ ഇതിന് ഓപ്പോസിറ്റിലാണ് നമ്മുടെ ഹൈപ്പോട്ടിനസ് അല്ലെ. അപ്പൊ ഇതിന്റെ നീളം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1.5 അല്ലെ, 1.5 മീറ്റർ. 1.5 മീറ്റർ. ഇനി അതിൽ ബാക്കി 2 വശങ്ങളുണ്ട്. അതിൽ ഒരു വശത്തിന്റെ നീളം 1/2 മീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഏത് വേണമെങ്കിലേക്ക് എടുക്കാം. ഇപ്പൊ 1/2 മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ചുറ്റളവ്, അതായത് 3 വശം. എന്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡുകൾ കൂടി കൂട്ടലാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 3 സൈഡുകളുണ്ട്. 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് 2 സൈഡ് തന്നിട്ടുണ്ട്. ഒരു സൈഡ് നമ്മളപ്പോ കണ്ടുപിടിക്കണം അല്ലെ. അതിനുശേഷം 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ നീളം തന്നിട്ടുണ്ട് 1.5 മീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാം? 1.5 മീറ്റർ എന്നുള്ളത് 1.5 മീറ്റർ എന്നാക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ 1.5 മീറ്റർ, അതായത് 1.5 മീറ്റർ. ഇവിടെ ആണെങ്കിലോ 1/2 മീറ്റർ അല്ലെ, അതായത് 1/2 മീറ്റർ ആണ്. അതപ്പോ നമുക്ക് എന്ത് എഴുതാം? 0.5 മീറ്റർ. ഇനി നമുക്ക് ഈ വശത്തിന് നീളം കണ്ടുപിടിച്ചൂടെ? ഇതെന്താണ്? ആൾട്ടിറ്റ്യൂഡ് അല്ലെ. ഇത് ആൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്ടിനസ്, ഇത് ബേസ്. അപ്പൊ ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? എ സ്ക്വയർ, പൈത്തഗോറസ് തിയറം. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ. ബി സ്ക്വയർ ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5. അപ്പൊ 1.5 സ്ക്വയർ മൈനസ് ബിയുടെ സ്ക്വയർ 0.5ന്റെ സ്ക്വയർ ഈക്വൽ ടു, അപ്പൊ 1.5ന്റെ സ്ക്വയർ അല്ലെ. നമുക്കറിയാം 15ന്റെ സ്ക്വയർ എത്രയാണ്? 15ന്റെ സ്ക്വയർ 225 അല്ലെ. അപ്പൊ 225 15ന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ ഒരു സ്ഥാനം നീക്കിയിട്ടാണ് പോയിന്റ് ഉള്ളത്. അപ്പൊ സ്ക്വയർ കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, 2 സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇട്ടു. അപ്പൊ 2.25 മൈനസ് 0.5ന്റെ സ്ക്വയർ. നമുക്കറിയാം 5ന്റെ സ്ക്വയർ എത്രയാണ്? 5ന്റെ സ്ക്വയർ 25 അല്ലെ. 25. അപ്പൊ 25 എഴുതി. ഇനി ഇവിടെ എത്രയാണ്? ഒരു സ്ഥാനം നീക്കിയാണ് പോയിന്റ്. അപ്പൊ നമ്മൾ എത്രയാണ്? 2 സ്ഥാനം, അതിന്റെ ഇരട്ടി. അപ്പൊ 1, 2. അപ്പൊ ഇവിടെ ആയിരിക്കണം പോയിന്റ് വരേണ്ടത്. അപ്പൊ ഒരു 0 നമ്മൾ കൂട്ടിട്ടു. അപ്പൊ എന്ത് വന്നു? 2.25 മൈനസ് 0.25. ഒന്ന് കുറച്ച് നോക്കിയേ. 2.25 മൈനസ് 0.25. അപ്പൊ പോയിന്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും പോയിന്റിന്റെ അടിയിൽ തന്നെ വരണം. ഇനി 0, 0 അല്ലെ. എത്ര? 2 മൈനസ് 0, 2. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. അപ്പൊ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു വരും √2. അതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എ കിട്ടി നമുക്ക് എത്രയാ? √2. അപ്പൊ ഈ വശത്തിന്റെ നീളം കിട്ടി √2 സെന്റിമീറ്റർ. ഇപ്പൊ നമുക്ക് 3 വശങ്ങളുടെ നീളം കിട്ടിയില്ലേ. ഇനി എന്ത് വേണം? പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ പെരിമീറ്റർ ചുറ്റളവ്. അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വശങ്ങൾ കൂടി കൂട്ടണം അല്ലെ. അപ്പൊ നമുക്ക് ഈ വശത്തിന് ആദ്യം ഹൈപ്പോട്ടിനസ് എത്രയാണ്? 1.5 പ്ലസ് ഈ വശത്തിന് നീളം 0.5 പ്ലസ് നമ്മളിപ്പോ കണ്ടുപിടിച്ച എത്രയാണ്? √2. അതായത് 1.5ഉം 0.5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടി അല്ലെ. 2 പ്ലസ് √2. അപ്പൊ √2ന്റെ വാല്യൂ നമുക്കറിയാലോ, അറിയാം അല്ലെ. അപ്പൊ 2 പ്ലസ് √2ന്റെ വാല്യൂ 1.414. അപ്പൊ കൂട്ടുമ്പോ എത്ര വരും? 2ഉം 1ഉം 3 അല്ലെ. 2ഉം 1ഉം 3, 3.414 ഇത്ര സെന്റിമീറ്റർ. പക്ഷെ ഇവിടെ വേറൊരു വിഷയമുണ്ട്. എന്താണ്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 സെന്റിമീറ്ററിന് അല്ലെ, അതായത് സെന്റിമീറ്ററിന് കൃത്യമായിട്ട് കണ്ടാൽ മതി. അപ്പൊ സെന്റിമീറ്റർ കാണാന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം കണ്ടാൽ മതി. ഇവിടെ നമ്മൾ 414 എന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്ര വേണ്ട, 2 സ്ഥാനം മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1.41 ഇത്ര. അപ്പൊ √2ന്റെ വരെ നമ്മൾ ഇത്ര കൊടുത്താൽ മതി, 1.41. മനസ്സിലായില്ലേ?
അപ്പൊ നമുക്ക് ഇവിടെ ഇത് വേണ്ട, 4 വേണ്ട. അപ്പോഴാണ് നമുക്ക് 2 സ്ഥാനം കണ്ട 3.41 അത്ര കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 3.41 സെന്റിമീറ്റർ നേടി. ഇനി മില്ലിമീറ്ററിന് കാണാൻ പറഞ്ഞാലോ, ഇതിപ്പോ സെന്റിമീറ്റർ ആണ് അല്ലെ. ഇനി ചോദിച്ചാൽ ചിലപ്പോൾ മില്ലിമീറ്റർ എന്ന് പറയും. മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ എന്ത് വേണം നമ്മൾ 1 അപ്പൊ 3 സ്ഥാനം കാണണം. അപ്പൊ 1.414. ക്ലിയർ ആയില്ലേ? അപ്പൊ സെന്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യാം. മില്ലിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ 3 സ്ഥാനം കൂടി വിടാം. അപ്പൊ 1.414 എന്ന് എഴുതാം. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം? ദി പിക്ചർ ബിലോ ഷോസ് ആൻ ഈക്വലേറ്റർ ട്രയാങ്കിൾ കട്ട് ഇൻടു 2 ട്രയാങ്കിൾസ് അലോങ് എ ലൈൻ ത്രൂ ദി മിഡിൽ. അതായത് ഇവിടെ നമുക്കൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണം, അതിനെ ഒരു മൂലയിൽ നിന്ന് ഇങ്ങനെ ഈക്വലായിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ 2 ട്രയാങ്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദിസ്. ഇതിൽ 2 ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അതിൽ ഒരു ട്രയാങ്കിൾ, അതായത് ചെറിയ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, ചുറ്റളവ് എത്രയാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നെയോ ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദി പെരിമീറ്റർ ഓഫ് ദി ഹോൾ ട്രയാങ്കിൾ. അതായത് ഈ വലിയ ട്രയാങ്കിൾ അല്ലെ, ഈ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിൽ നിന്ന് എത്ര വ്യത്യാസമുണ്ട് നമ്മുടെ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്. ഇതും ഈ 2 ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം? ആദ്യം നമുക്ക് ഈ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പൊ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ചെറിയ ട്രയാങ്കിളിന്റെ 3 വശങ്ങളുടെ നീളങ്ങൾ നമുക്ക് കിട്ടണം അല്ലെ. അപ്പൊ നമുക്ക് ഈ വശം അറിയാം, ഈ 2 വശങ്ങളുടെ നീളം നമുക്കറിയില്ല. അപ്പൊ അതിനെന്ത് പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തില്? ഇത് ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്, അതായത് സമഭുജ ത്രികോണം. അപ്പൊ നമുക്കറിയാം സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ എന്താണ്? 3 വശങ്ങളും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് 2 ആണെങ്കിൽ ഇത് 2 ആണെങ്കിൽ ഈ വലിയ വശത്തിലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കറിയാം ഇത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ വശത്തിലായിരിക്കും ഇതിന്റെ പകുതി അല്ലെ, സെന്റിമീറ്റർ ആയിരിക്കും ഇത്. അതുപോലെ തന്നെ ഇത് എത്രയായിരിക്കും? ഇതും 1 സെന്റിമീറ്റർ. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഈ വശവും കിട്ടി, ഈ വശത്തെ നീളം കിട്ടി അല്ലെ. ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കാലോ. ഇതെന്താണ്? ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലെ, അതായത് ഇത് 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ ചെറിയ ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കാം? ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഈ ആൾട്ടിറ്റ്യൂഡ് അല്ലെ, ഇത് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പോട്ടിനസ് ആണ്, ഇത് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ് അല്ലെ. അപ്പൊ ഇത് ആൾട്ടിറ്റ്യൂഡ്, ഇത് എച്ച്, ഹൈപ്പോട്ടിനസ്, ഇത് എത്രയാണ്? ഇത് ബേസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ നമുക്കറിയാം എ സ്ക്വയർ ഈസ് ഈക്വൽ ടു, എന്താണ് ഇതിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ, ഈക്വൽ ടു എച്ച് സ്ക്വയർ. എച്ച് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2. അപ്പൊ 2 സ്ക്വയർ മൈനസ് ബേസ്, എത്രയാണ് ബേസ്? 1 സെന്റിമീറ്റർ അല്ലെ, ഇതിന്റെ പകുതിയാണ്, അതുകൊണ്ട് 1 സ്ക്വയർ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4 മൈനസ് 1ന്റെ സ്ക്വയർ 1 ഈക്വൽ ടു 3. അപ്പൊ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ എ എന്ത് വരും? √3. അപ്പൊ ഈ വശത്തിന്റെ നീളം നമുക്ക് കിട്ടി √3. അപ്പൊ 3 വശങ്ങളുടെ നീളം കിട്ടിയല്ലോ, കിട്ടി അല്ലെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പെരിമീറ്റർ കണ്ടുപിടിക്കാമല്ലോ. കണ്ടുപിടിക്കാം. അപ്പൊ പെരിമീറ്റർ ഓഫ് സ്മോൾ ട്രയാങ്കിൾ അല്ലെ, ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ഈക്വൽ ടു എന്ത് വരും? ഏതൊക്കെ വശം വരാം? 1 2 സെന്റിമീറ്റർ. അപ്പൊ 2 പ്ലസ് ഈ വശം എത്രയാണ്? 1 സെന്റിമീറ്റർ. 1 പ്ലസ് ഈ വശത്തിന്റെ നീളം എത്രയാണ്? √3. ഓക്കെ, സീക്വൽ എന്ത് വരും? 2 + 1 3, 3 പ്ലസ് √3 അല്ലെ. 3 പ്ലസ് √3 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് √3യുടെ വില നമുക്കറിയാലോ, 1.732 √3 അല്ലെ. ഇത് നമുക്ക് കൂട്ടുമ്പോൾ എത്ര വരും? 3 1 4, അപ്പൊ 4.732 സെന്റിമീറ്റർ. അതെന്താണ്? ഈ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെ. ഇനി നമ്മൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദി പെരിമീറ്റർ ഓഫ് ദി ഹോൾ ട്രയാങ്കിൾ അല്ലെ. ഈ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിൽ നിന്ന് എത്ര കുറവാണ് ഈ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്ര എന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇനി അത് കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ഈ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടാൻ എന്ത് വേണം? ഈ 3 വശം കൂടി കൂട്ടണം അല്ലെ. അപ്പൊ 2 + 2 + 2
അപ്പോൾ 2 + 2 + 2 = 6 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടി. ഇനി എത്ര വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് വേണം? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വലുതിൽ നിന്ന് ചേർത്ത് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ ഡിഫറൻസ് വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 6 മൈനസ് ഈ ചെറിയ ട്രയാങ്കിൾ പെരിമീറ്റർ എത്രയാണ്? 4.732. അപ്പോൾ ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ, അപ്പോൾ ഈ മൈനസ് ചെയ്തൊന്നും തെറ്റരുത്, അത്രേ അതിലുള്ളൂ, ബാക്കിയൊക്കെ വളരെ ഈസിയാണ് അല്ലേ? അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നോക്കിയാൽ 6 നിന്ന് എത്ര കുറയ്ക്കണം? -4 പോയിന്റ്. കണ്ട അവിടെ ശ്രദ്ധിക്കുക, 4 പോയിന്റ്. അപ്പോൾ പോയിന്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 4.732 ഇങ്ങനെ കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ഒരു 0 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ തെറ്റാതിരിക്കാൻ വേണ്ടി. അപ്പോൾ 6 കഴിഞ്ഞിട്ട് ഒരു 3 0 അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തെറ്റില്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ പോയിന്റും ഒരേ ലെവലിൽ വന്നു. ഇനി ഇവിടെ 0 0 0 നമ്മൾ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ 4.732. ഇനി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാതെ മൈനസ് ചെയ്യാൻ പറ്റും. ഇനി സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ അല്ലേ? ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ ഇവിടെ 0 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 1 എടുത്തു, അപ്പോൾ 10, അപ്പോൾ നമുക്ക് 8 വന്നു. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ എന്തായി? ഇവിടെ ഇപ്പം 9 ആയി അല്ലേ? ഇവിടെ 9 ആയി, ഇവിടെ 3, അപ്പോൾ എത്ര വന്നു? 6 അല്ലേ? 6ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 9ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 6 വന്നു. ഇനി ഇവിടെ എന്തോ ആയി? ഇവിടെ ഇപ്പോഴും 9 അല്ലേ? 9 ആയി. അപ്പോൾ 9ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 2. ഓക്കെ, ഇനി ഇവിടെ എത്രയായി? ഇവിടെ 6 എന്നുള്ളത് 5 ആയി അല്ലേ? 5 ആയി. അപ്പോൾ ബാക്കി 5ൽ നിന്ന് 4 വന്നതിൽ 1. അപ്പോൾ 1.268 = 1.268 സെന്റിമീറ്റർ. ഇനി നമുക്ക് അതിൽ അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി 10th ട്രയാങ്കിൾ ഇൻ ദിസ് പാറ്റേൺ? അതായത് നാം ഇതേ രീതിയിൽ ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ 10ാമത്തെ ട്രയാങ്കിളിന്റെ വശങ്ങളുടെ നീളങ്ങൾ എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. ഇവിടെ നോക്കിയാൽ നാം നേരത്തെ ചെയ്തിരുന്നു അല്ലെ? ഇതേ ടൈപ്പ് ചോദ്യം നമ്മൾ ചെയ്തിരുന്നു. ഇതിൽ 10ാമത്തെ ട്രയാങ്കിൾ, അപ്പൊ ഇത് 1ാമത്തെ ട്രയാങ്കിള്, ഇത് 2ാമത്തെ ട്രയാങ്കിള്, ഇത് 3ാമത്തെ ട്രയാങ്കിള്, ഇത് 4ാമത്തെ ട്രയാങ്കിള്. ഇങ്ങനെ നമ്മൾ 10ാമത്തെ ട്രയാങ്കിൾ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ സൈഡുകളുടെ നീളം എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഇതിലിപ്പോ 1ാമത്തെ ട്രയാങ്കിളിന്റെ 2 വശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ വശം കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ ഇതൊക്കെ 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ 2 വശം ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാം അല്ലെ? പിന്നെ ഇതും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വശം കണ്ടുപിടിക്കാം. പിന്നെ ഇതും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വശം കണ്ടുപിടിക്കാം അല്ലെ? പിന്നെ ഈ സൈഡും വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ നമുക്ക് 10 വരെ അങ്ങനെ ചെയ്തു പോകേണ്ട കാര്യമുണ്ടോ? ചെയ്തു പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് അതിന്റെ പാറ്റേൺ മനസ്സിലാവും. എങ്ങനെയാണ് ഇത് വർദ്ധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ 10ാമത്തത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മത് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? എന്നാലും നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഇപ്പോൾ നോക്കിയാൽ ബേസ്, ആൾട്ടിറ്റ്യൂഡ്, പിന്നെ ഹൈപ്പോട്ടിനസ്, 3 നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഒക്കെ. ഇപ്പൊ ഫസ്റ്റ് ട്രയാങ്കിൾ, ആദ്യത്തെ ട്രയാങ്കിളിന്റെ ബേസ് എത്രയാണ്? ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ബേസ് 1 അല്ലെ? അപ്പൊ 1 മീറ്റർ. ഇനി അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 1. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടിനസ് എത്ര വരും? ഹൈപ്പോട്ടിനസ് നമുക്കറിയാം h² നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. h² = a² + b² അല്ലെ? അതായത് 1² + 1² = 1 + 1 = 2 അല്ലെ? അതായത് h √2. അപ്പൊ ഇവിടെ നമുക്ക് √2 എന്ന് കിട്ടി. അതായത് ഈ വശത്തിന്റെ നീളം നമുക്ക് √2 കിട്ടി അല്ലെ? ഇനി ഇവിടെ √2 കിട്ടിക്കഴിഞ്ഞാൽ ഈ 2ാമത്തെ ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. 2ാമത്തെ ട്രയാങ്കിളിന്റെ ഈ ആൾട്ടിറ്റ്യൂഡ് ആണ് ഈ √2 അല്ലെ? 2ാമത്തെ ട്രയാങ്കിളിന്റെ നമ്മൾ ഈ കണ്ടുപിടിച്ച 1ാമത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത് 2ാമത്തെ ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് ആണ് അല്ലെ? ലംബമാണ്. അപ്പൊ 2ാമത്തെ ട്രയാങ്കിളിന്റെ ലംബം നമുക്ക് കിട്ടി എത്രയാണ്? √2. അപ്പൊ സെക്കൻഡ് ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് കിട്ടി √2. ഓക്കെ, ഇതിന്റെ ബേസ് എത്രയാണ്? ബേസിന് മാറ്റമൊന്നുമില്ല, 1 തന്നെ, 1. അപ്പൊ ബേസ് 1, ഇത് √2 അല്ലെ? അപ്പൊ ഇതിന്റെ ഹൈപ്പോട്ടിനസ് എത്ര വരും? നമുക്കറിയാം h² = 1² + √2 * 2 = 1² 1 + √2 2 3. 2 1 3. അങ്ങനെയാണെങ്കിൽ h എന്ത് കിട്ടി? h = √3 അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ √3 കിട്ടി. ഏത്? ഈ 2ാമത്തെ ട്രയാങ്കിളിന്റെ ഈ ഹൈപ്പോട്ടിനസ് നമുക്ക് എന്ത് കിട്ടി? √3 എന്ന് കിട്ടി അല്ലെ? അപ്പൊ ഇത് √3 എന്ന് കിട്ടി. ഇനി നോക്കിയാൽ 3ാമത്തെ ട്രയാങ്കിളിന്റെ ഈ ലംബമാണ് അല്ലെ? ആൾട്ടിറ്റ്യൂഡ് ആണ് ഇത് അല്ലെ? 2ാമത്തെ ട്രയാങ്കിളിന്റെ
ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് ആണ് അല്ലെ. അപ്പൊ മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് കിട്ടിയല്ലോ എത്രയാണ്? √3. അപ്പൊ മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ തേർഡ് ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് കിട്ടി √3. അതിന്റെ ബേസ് സെയിം തന്നെ 1. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടിനസ് എത്ര വരും? h² = 1² പ്ലസ് √3ന്റെ സ്ക്വയർ. 1² പ്ലസ് √3² അല്ലെ. അപ്പൊ 1ന്റെ സ്ക്വയർ 1, √3ന്റെ സ്ക്വയർ 3. അപ്പൊ നമുക്ക് 4 കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ h = √4. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി √4. അപ്പൊ മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനസ് അല്ലെ, മൂന്നാമത്തെ ട്രയാങ്കിളിലെ ഈ വശം നമുക്ക് കിട്ടി √4. അപ്പൊ അത് ഇനി നാലാമത്തെ ട്രയാങ്കിൾ നോക്കിയാൽ നാലാമത്തെ ട്രയാങ്കിളിന്റെ എന്താണിത്? ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് അല്ലെ. അപ്പൊ നാലാമത്തെ ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് കിട്ടി √. അപ്പൊ ഫോർത്ത് ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് കിട്ടി √4. ബേസിൽ വ്യത്യാസമൊന്നുമില്ല, 1 തന്നെ അല്ലെ, 1. ഇനി അപ്പൊ നാലാമത്തെ ട്രയാങ്കിളിന്റെ ഈ ഹൈപ്പോട്ടിനസ് എത്ര വരും നോക്കിയേ. അപ്പോ h² = 1² ബേസിന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ √4ന്റെ സ്ക്വയർ = 1ന്റെ സ്ക്വയർ 1 പ്ലസ് √4ന്റെ സ്ക്വയർ എത്രയാണ്? 4 അല്ലെ. അപ്പൊ 4ഉം 1ഉം 5. അപ്പൊ h² = 5 ആണെങ്കിൽ h എന്ത് വരും? h = √5. ഇവിടെ നമുക്ക് കിട്ടി √5. നാലാമത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനസ് നമുക്ക് കിട്ടി, കർണം കിട്ടി √5. നമുക്ക് ഈ പാറ്റേൺ ഒന്ന് നോക്കിയാൽ ആദ്യത്തെ 4 ട്രയാങ്കിൾ നമുക്ക് കിട്ടി അല്ലെ. ബേസിൽ ഒരു വ്യത്യാസവും ഇല്ല അല്ലെ, ബേസ് അതേ ബേസ് തന്നെ പോണ്. അപ്പൊ നമ്മളെ 10th ട്രയാങ്കിൾ എന്തായിരിക്കും? 10th ട്രയാങ്കിളിന്റെ ബേസ് അത് തന്നെ ആയിരിക്കും അല്ലെ, 1. ഓക്കെ. ഇനി നോക്കിയാൽ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് 1, രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് √2, മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ √3, നാലാമത്തെ ട്രയാങ്കിളിന്റെ √4, അപ്പൊ അഞ്ചാമത്തെ ട്രയാങ്കിളിന്റെ √5 അല്ലെ. അപ്പൊ ഒന്നാമത്തെ ട്രയാങ്കിൾ 1 എന്ന് പറഞ്ഞാൽ √1 എന്ന് പറയുന്നതും 1 എന്ന് പറയുന്നത് സെയിം തന്നെയാണ് അല്ലെ. അതായത് √1 എന്ന് പറഞ്ഞാൽ √1 എന്ന് പറഞ്ഞാൽ √1 അല്ലെ, രണ്ട് സെയിം തന്നെ, √1. അപ്പൊ √1, √2, √3, √4. ഇനി അപ്പൊ പത്താമത്തെ എന്തായിരിക്കും? √10. അപ്പൊ പത്താമത്തെ ആൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? √10. ഇനി അതിന്റെ ഹൈപ്പോട്ടിനസ് നോക്കിയാൽ ഒന്നാമത്തെ ഹൈപ്പോട്ടിനസ് കർണം √2, രണ്ടാമത്തെ 3, മൂന്നാമത്തെ √4, നാലാമത്തെ √5. അപ്പൊ പത്താമത്തെ എന്തായിരിക്കും? ഒന്ന് കൂടി വരുന്നു അല്ലെ, പത്താമത്തെ √11. അപ്പൊ നമുക്ക് പത്താമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ എന്തൊക്കെ ആയിരിക്കും? ബേസ് 1 ആയിരിക്കും, ആൾട്ടിറ്റ്യൂഡ് അതായത് ലംബം √10 ആയിരിക്കും, അതിന്റെ ഹൈപ്പോട്ടിനസ് അതായത് കർണ എത്ര ആയിരിക്കും? √11. ഇനി എന്താണ് അതിൽ ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് മോർ ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി 10th ട്രയാങ്കിൾ ദാൻ ദി 9th ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് എന്ത് വേണം? പത്താമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും കണ്ടുപിടിക്കണം, 9ാമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും കണ്ടുപിടിക്കണം അല്ലെ. എന്നിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കണം. അപ്പൊ ആദ്യം നമുക്ക് പത്താമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ഒന്ന് നോക്കാം അല്ലെ. അപ്പൊ പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ, പത്താമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ത് വരും? ഈ 3 വശം കൂടി കൂട്ടുക അല്ലെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതായത് 1, 3 വശം കൂടി കൂട്ടാം, 1 പ്ലസ് √10 പ്ലസ് √11. ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. 1 പ്ലസ് √10 പ്ലസ് √11. ഇതാണ് 10th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. ഇനി നമുക്ക് പെരിമീറ്റർ ഓഫ് 9th ട്രയാങ്കിൾ അല്ലെ, 9ാമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ നമുക്ക് കാണാം. അപ്പൊ 9ാമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, അപ്പൊ നമുക്ക് 9th ട്രയാങ്കിൾ ബേസിൽ വ്യത്യാസമില്ല, 1 തന്നെ വരും അല്ലെ, ബേസ് 1 തന്നെ വരും. ഇനി ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ത് വരും? ആൾട്ടിറ്റ്യൂഡ് ഇവിടെ 4 ആണെങ്കിൽ √4, 3 ആണെങ്കിൽ √3, 10 ആണെങ്കിൽ √10, 9 ആണെങ്കിൽ √9 അല്ലെ. ഇനി ഇതിന്റെ ഹൈപ്പോട്ടിനസ് എന്ത് വരും? അതായത് 10ാമത്തെ ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് ആയിരിക്കും 9ാമത്തെ ട്രയാങ്കിളിന്റെ എന്തായി വരിക? ഹൈപ്പോട്ടിനസ് ആയിട്ട് വരിക അല്ലെ. അപ്പൊ 9 ആണെങ്കിൽ 9ാമത്തെ ട്രയാങ്കിൾ എന്തായിരിക്കും? √10 അല്ലെ. ഇങ്ങനെ പറയാം അല്ലെ. ഇത് രണ്ടും സെയിമായി വരുന്നു. അപ്പൊ നമുക്ക് പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ എന്ത് വരും? 1 പ്ലസ് √9 പ്ലസ് √10 അല്ലെ. അപ്പൊ ഇതാണ് 2 ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. ഇനി നമുക്ക് എന്ത് വേണം? ഇതിന്റെ വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് 10th ട്രയാങ്കിളിന്റെ പെരിമീറ്ററിൽ നിന്ന് 9th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഡിഫറൻസ് =
ടെൻത്ത് ട്രയാങ്കിളിലെ പെരിമീറ്റർ എന്താണ്? 1 പ്ലസ് √10 പ്ലസ് √11. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 9ാമത്തെ പെരിമീറ്റർ എടുക്കണം അല്ലെ. അപ്പൊ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യാം. ഇത് മൊത്തം ഒരു സംഖ്യയാണ് അല്ലെ. അതായത് 1 പ്ലസ് √9 പ്ലസ് √10 അത് മൈനസ് ചെയ്യുന്നു. എന്ത് വരും ഇവിടെ? 1 പ്ലസ് √10 പ്ലസ് √11. ഇനി മൈനസ് അല്ലെ. ഇനി മൈനസ് ഒക്കെ ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് ചെയ്തില്ലെങ്കിൽ ഒക്കെ തെറ്റും. കാരണം എന്താ? ഇത് മൊത്തം ഇതിൽ നിന്ന് കുറയ്ക്കണം. ഒരെണ്ണല്ല കുറയ്ക്കേണ്ടത്, മൊത്തം കുറയ്ക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത് ബ്രാക്കറ്റ് ഇട്ട് ഇതെല്ലാം കൂടി കൂട്ടിയതാണ് കുറയ്ക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മൈനസ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇടാൻ കാരണം അതാണ്. ഇതെല്ലാം കൂടി ഓരോന്നോരോന്ന് കുറയ്ക്കണം. അതിന് പകരം നമ്മൾ എല്ലാം കൂടി കൂട്ടിയത് കുറയ്ക്കുന്നു. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് മാറ്റാൻ എന്ത് ചെയ്യണം? ഇവിടെ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്. അപ്പൊ നെഗറ്റീവ് വേണ്ട. അപ്പൊ ഇവിടെ -1 ആയി. വീണ്ടും ഇവിടെ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് √9 ആയി. പിന്നെയോ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് √10 ആയി. അതായത് നമ്മൾ ഇവിടെ നോക്കിയേ, ഇതെല്ലാം കൂടി കൂട്ടിയത് കുറക്കുന്നതിന് പകരം ഓരോന്ന് കുറക്കുന്നു. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ +1 ഉണ്ട് -1 ഉണ്ട് അല്ലെ. അപ്പൊ രണ്ടും നമുക്ക് ആൻസർ ചെയ്തൂടെ? ഒന്ന് കൂട്ടണം ഒന്ന് കുറക്കണം. അപ്പൊ രണ്ടും വേണ്ട, പോട്ടെ. ഇനി ഇവിടെ √10 കൂട്ടണം, ഇവിടെ പറഞ്ഞ √10 കുറയ്ക്കണം. അപ്പൊ രണ്ടും പോയി ക്യാൻസൽ ആയി പോയി അല്ലെ. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ബാക്കി എന്താ ഉള്ളത്? √11 ഉണ്ട് -√9 അല്ലെ. അപ്പൊ നമുക്കൊന്നും കൂടി മാറ്റി എഴുതാം. √11 ഉണ്ട്. √9ന്റെ വാല്യൂ നമുക്കറിയാലോ എത്രയാണ്? 3 അല്ലെ. അപ്പൊ -3. അപ്പൊ √11ന്റെ വാല്യൂ നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. √11 - 3 അത്ര സെന്റിമീറ്റർ. ഇതാണ് 9ാമത്തെയും 10ാമത്തെയും അവയുടെ പെരിമീറ്റർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. വാട്ട് ഈസ് ദി ഹൈപ്പോട്ടിനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 സെന്റിമീറ്റർ ആൻഡ് √3 സെന്റിമീറ്റർ? അതായത് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് വെച്ചാൽ ലംബമായിട്ടുള്ള വശങ്ങൾ അല്ലെ. അപ്പൊ ലംബമായിട്ടുള്ള വശങ്ങൾ √2 സെന്റിമീറ്റർ ആണ്, അടുത്തത് √3 സെന്റിമീറ്റർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണം, അതിന്റെ ഹൈപ്പോട്ടിനസിന്റെ അതായത് കർണത്തിന്റെ നീളം എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു റഫ് ആയിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണം. അതിന്റെ ഈ പെർപെൻഡിക്കുലർ സൈഡ് വെച്ചാൽ ഈ ഹൈപ്പോട്ടിനസ് അല്ലെ, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അല്ലാത്ത രണ്ട് വശങ്ങൾ, അതാണ് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞാൽ, ലംബ വശങ്ങൾ. അപ്പൊ ഇത് രണ്ടും ഇതിന്റെ അളവുകൾ തന്നിട്ടുണ്ട്. ഒന്ന് √3 ഒന്ന് √2. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. ഇവിടെ √2 എഴുതാണെങ്കിൽ ഇത് നമുക്ക് എന്ത് എഴുതാം? √3 എന്ന് എഴുതാം, അല്ലെങ്കിൽ തിരിച്ചെഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോളൂ. ഇനി അത് കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടിനസിന്റെ നീളം എത്രയാണ്? ഇതിന്റെ കർണത്തിന്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം അല്ലെ. നമുക്ക് വളരെ എളുപ്പം അറിയാലോ. h² അല്ലെ. h² = b² പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ അല്ലെ, a², അല്ലെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ = √2 b എന്ന് പറഞ്ഞ √2² പ്ലസ് √3² √2ന്റെ സ്ക്വയർ 2, √3ന്റെ സ്ക്വയർ 3. അപ്പൊ 2 ഉം 3 ഉം 5. h² ആണ് 5. അങ്ങനെയാണെങ്കിൽ h എന്ത് വരും? √5 അല്ലെ. അപ്പൊ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടി. അത്ര സെന്റിമീറ്റർ. അപ്പൊ നമുക്കിവിടെ ഹൈപ്പോട്ടിനസ് കിട്ടി 5 സെന്റിമീറ്റർ. √5 സെന്റിമീറ്റർ. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ പെർപെൻഡിക്കുലർ സൈഡുകളുടെ സമ്മ് അല്ലെ. അപ്പൊ ഇതാണ് പെർപെൻഡിക്കുലർ സൈഡ്, അവയുടെ സമ്മ്, അവയുടെ തുക ഈ ഹൈപ്പോട്ടിനസിന്റെ നീളത്തിനേക്കാൾ എത്ര കൂടുതലാണ്? അപ്പൊ ഹൈപ്പോട്ടിനസിന്റെ നീളം നമുക്കറിയാം, √5 എന്നറിയാം അല്ലെ. അപ്പൊ ഇതിന്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാം. അതായത് സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. അതായത് ലംബവശങ്ങളുടെ തുക അല്ലെ. ലംബവശങ്ങളുടെ തുക എത്ര വരും? √3 ഉം √2 തമ്മിൽ കൂട്ടാം. √3 പ്ലസ് √2 അല്ലെ. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്കറിയാലോ. √3 എന്ന് പറഞ്ഞാൽ 1.732 അല്ലെ. അപ്പൊ 1.732 പ്ലസ് √2 നമുക്കറിയാലോ 1.414. ഒന്ന് കൂട്ടി വയ്ക്കാം. 1.732 പ്ലസ് 1.414 6.413 3.146 = 3.146 സെന്റിമീറ്റർ. ഇതാണ് പെർപെൻഡിക്കുലർ. ഇവ തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര കിട്ടും. ഇനി ഈ കർണം അതായത് ഹൈപ്പോട്ടിനസിനേക്കാൾ എത്ര കൂടുതലാണ് ഇതെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാലോ. ഡിഫറൻസ് =
3.146. അതിൽ നിന്ന് ഏത് കുറയ്ക്കണം? ഇതിന്റെ അളവ് അല്ലെ, ഈ ഹൈപ്പോട്ടനസിന്റെ അളവ് എത്രയാണ്? √5. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 3.146 മൈനസ് √5 അല്ലെ. ഇതിൽ നമുക്ക് √5ന്റെ വാല്യൂ അറിയില്ല അല്ലെ, അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ട, അതേപോലെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അത്ര സെന്റിമീറ്റർ. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ 9ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മളുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ക്ലാസ് 9ന്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചാപ്റ്ററിലും നമ്മുടെ ഈ വർഷത്തെ 9ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററും നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.